ആദ്യത്തെ ചോദ്യം, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നാഗാലാൻഡാണ്. അതായത് 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ്. അപ്പോൾ അതിൽ പെടാത്തത് നാഗാലാൻഡാണ് ഉത്തരം. നോർത്ത് ഈസ്റ്റ് റീജിയൻ റീഓർഗനൈസേഷൻ ആക്ട് 1971 പ്രകാരം 21 ജനുവരി 1972 ഈ മണിപ്പൂരും, മേഘാലയ, ത്രിപുര ഈ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന പദവി ലഭിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് റീജിയൻ റീഓർഗനൈസേഷൻ ആക്ട് 1971 പ്രകാരം. അടുത്ത ചോദ്യം, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിനൊരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണെന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് അതിൽ ആൻസർ. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിനൊരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത്. ദേശീയ ആസൂത്രണ സമിതിയിൽ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ചെയർമാൻ കൂടാതെ 10 അംഗങ്ങളുണ്ടായിരുന്നു. അതിലെ പ്രധാന അംഗങ്ങളായിരുന്നു എം വിശ്വേശ്വരയ്യ, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, മേഘനാഥ് സാഹ, അമ്പലൽ സാരാഭായ്. അപ്പോൾ ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാന അംഗങ്ങളായിരുന്നു എം വിശ്വേശ്വരയ്യ, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, മേഘനാഥ് സാഹ, അമ്പലൽ സാരാഭായ്. ഇനി ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗായി മാറിയത് എന്നാണ് 2015 ജനുവരി 1 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര എന്നാണ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും എന്നിട്ട് ഒരു 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായിട്ട് പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനമാണ് ഹരിജൻ യാത്ര. ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത് 1932 അതിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചതെന്നാണ് 1932. അതിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഗാന്ധിജി യർവാദ ജയിലിൽ നിരാഹാരം കിടന്ന സമയത്ത് രൂപീകരിച്ച സംഘടനയാണ് ഈ ഹരിജൻ സേവക് സംഘ്. 1932 ഗാന്ധിജി യർവാദ ജയിലിൽ നിരാഹാരം കിടന്ന സമയത്ത് രൂപീകരിച്ചത് ഹരിജൻ സേവക് സംഘ്. അടുത്ത ചോദ്യം, അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണെന്നാണ്. നിർമ്മിക്കാത്ത കോട്ടയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പുരാണക്യുലയാണ് അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട. അക്ബറിന്റെ ഭരണകാലത്തെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലാഹോർ കോട്ട, അലഹാബാദ് കോട്ട, അലഹാബാദ് നഗരവും ഉണ്ട്. പിന്നെ ജുമാ മസ്ജിദ്, ജോധാബായ് മഹൽ, ഷെയ്ഖ് സലിം ചിസ്തിയുടെ ശവകുടീരം, പഞ്ച് മഹൽ, ദിവാനി ഗാസ്, ജ്യോതിഷ് മഹൽ, ബുലന്ദ് ദർവാസ. അപ്പോൾ അക്ബറുടെ ഭരണകാലത്തെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണ്? ലാഹോർ കോട്ട, അലഹാബാദ് കോട്ടയുണ്ട്, അലഹാബാദ് നഗരവും ഉണ്ട്. പിന്നെ ജുമാ മസ്ജിദ് ഉണ്ട്, ജോധാബായ് മഹൽ ഉണ്ട്, ഷെയ്ഖ് സലിം ചിസ്തിയുടെ ശവകുടീരം, പഞ്ച് മഹൽ, ദിവാനി ഗാസ്, ജ്യോതിഷ് മഹൽ, ബുലന്ദ് ദർവാസ. 1533 പുരാണക്കില നിർമ്മാണം ആരംഭിച്ചത്. അത് നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് മുഗൾ ഭരണാധികാരിയായിരുന്നത് ഹുമയൂണാണ്. ഡൽഹിയിലാണ് പുരാണക്കില സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് നിർമ്മാണം ആരംഭിച്ച സമയത്ത് ഹുമയൂണായിരുന്നു മുഗൾ ഭരണാധികാരി. പുരാണക്കിലയുടെ പണി പൂർത്തിയായപ്പോൾ സൂർവംശ സ്ഥാപകനായ ഷേർഷാ സൂരിയാണ് ഭരണാധികാരിയായിരുന്നത്. ഷേർഷാ സൂരിയാണ് പുരാണക്കില പണി പൂർത്തിയാക്കിയത്. ഈ പുരാണക്കിലയ്ക്ക് വേറൊരു പേരുണ്ട്. അതിനെ പഴയ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. പുരാണക്കില അറിയപ്പെടുന്ന ഒരു പേരാണ് പഴയ കോട്ട. അടുത്ത ചോദ്യം, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ്. രാമൻ നമ്പിയാണ് വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്. നമ്മൾ കേട്ടിട്ടുള്ളത് 1812 കുറിച്യ കലാപം എന്നാണ്. സെയിം തന്നെയാണ്. അപ്പം അതിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമൻ നമ്പിയാണ്. എന്തായിരുന്നു ഈ കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചു. ഈ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം ഇതാണ്, കല്ലുമാല സമരത്തിൽ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നാണ്. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം, പെരുന്നാട് കലാപമൊക്കെ നടത്തിയത്. അപ്പോൾ ഇതിലുൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. അപ്പോൾ കല്ലുമാല സമരം എന്തിനായിരുന്നു? താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം അല്ലെങ്കിൽ ആഭരണങ്ങൾ ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായിട്ട് അയ്യങ്കാളി സംഘടിപ്പിച്ച പ്രക്ഷോഭമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്.
കല്ലുമാല സമരം മാത്രമല്ല, വില്ലുവണ്ടി സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു? പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ സമരമായിരുന്നു വില്ലുവണ്ടി സമരം. പിന്നെ അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അതിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക, പിന്നെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ്, അതൊക്കെയായിരുന്നു. പിന്നെ അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി വിദ്യാലയം ആരംഭിച്ചിരുന്നു. 1904 അയ്യങ്കാളി വിദ്യാലയം ആരംഭിച്ചത് അധസ്ഥിതർക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുന്നു പ്രഖ്യാപിച്ച നവോത്ഥാന നായകനും അയ്യങ്കാളി തന്നെയാണ്. അടുത്ത ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണെന്നാണ്. 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം. ഇനി 100% കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ ഗ്രാമം ഏതാണ്? ചമ്രവട്ടമാണ്. ചമ്രവട്ടം മലപ്പുറത്താണ്. 100% കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ ഗ്രാമമാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് ചേലക്കോടൻ ആയിഷയാണ്. 1991 ഏപ്രിൽ 18 മാനാഞ്ചിറ മൈതാനം, കോഴിക്കോടുള്ള മാനാഞ്ചിറ മൈതാനത്ത് വെച്ചിട്ട് ചേലക്കോടൻ ആയിഷയാണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച വ്യക്തി. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടതെന്നാണ്. ന്യൂറംബർഗിൽ വെച്ചിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ വിചാരണ ചെയ്യപ്പെട്ടത്. ന്യൂറംബർഗിൽ വെച്ചിട്ടാണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം നടന്നത് എപ്പോഴാണ്? ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1939 മുതൽ 45 വരെയായിരുന്നു. ഇനി ഈ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകാനിടയുള്ള റീസണുകൾ, അതായത് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. അപ്പോൾ 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. അപ്പോൾ ഈ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും ജർമ്മനിയും ഇറ്റലിയും കൂടെ പദ്ധതിയിട്ടു. അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകാനിടയായ സാഹചര്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ് ജീൻ ജാക്വസ് റൂസോ. എന്താണ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന വാക്കുകൾ, പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞതാരാണ്? ജീൻ ജാക്വസ് റൂസോ ആണ്. അതുമാത്രമല്ല, ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോ തന്നെയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോ തന്നെയാണ്. അതുപോലെ തന്നെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടതും റൂസോ ആണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം അഭിപ്രായപ്പെട്ടതും റൂസോ ആണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞു. പിന്നെ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞതും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞതും റൂസോ തന്നെയാണ്. ഫ്രഞ്ച് വിപ്ലവത്തോടനുബന്ധിച്ച് ആണ് അദ്ദേഹം ഇതൊക്കെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ എന്നാണ് ഫ്രഞ്ച് വിപ്ലവം? 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അപ്പോൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൻ ജയിൽ തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കപ്പെടുന്നത്. 1789 ജൂലൈ 14 ബാസ്റ്റിൻ ജയിൽ തകർക്കപ്പെട്ടത്. 1789 ജൂലൈ 14. അതുമാത്രമല്ല, ഫ്രഞ്ച് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ റൂസോയുടെ ആശയങ്ങളായിരുന്നു. ഫ്രഞ്ച് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ അത് റൂസോയുടെ ആശയങ്ങളാണ്. പിന്നെ ആധുനിക കാലത്ത് സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ മൗലികാവകാശമാണെന്ന് ആദ്യം വാദിച്ച വ്യക്തിയും റൂസോ തന്നെയാണ്. ആധുനിക കാലത്ത് സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ മൗലികാവകാശമാണെന്ന് ആദ്യം വാദിച്ച വ്യക്തിയും റൂസോ തന്നെയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? അപ്പോൾ പോർച്ചുഗീസാണ് ഇതിൽ ആൻസർ. സ്പാനിഷ്, അറബിക്, ഫ്രഞ്ചൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയിൽ പെടുന്നതാണ്.
അപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് അല്ലെങ്കിൽ UN 6 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഇനി ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന UN ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് കേട്ടോ. ഇംഗ്ലീഷ്, ഫ്രഞ്ചാണ് ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ UN ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ അറബിക്കാണ്. 1973 അറബിക്കാണ് ഏറ്റവും ഒടുവിൽ അംഗീകരിക്കപ്പെട്ട ഭാഷ. അടുത്ത ചോദ്യം, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയതെന്നാണ്. കോഴിക്കോടാണ് ആൻസർ. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഇപ്പോൾ ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കോഴിക്കോട് വരെയാണ്. ദേശീയ ജലപാത ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. അപ്പം നിതിൻ ഗഡ്കരിയാണ് ദേശീയ ജലപാത ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2015 മെയ് 5 ഈ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇത് പാസ്സാക്കിയത് പക്ഷേ ഡിസംബർ 21 2015 ഡിസംബർ 21 ഈ ദേശീയ ജലപാത ബിൽ ലോക്സഭ പാസ്സാക്കിയത്. അവതരിപ്പിച്ചത് 2015 മെയ് 5, പാസ്സാക്കിയത് 2015 ഡിസംബർ 21. ഇനി രാജ്യസഭ പാസ്സാക്കിയത് 2016 2016 മാർച്ച് 9 രാജ്യസഭ പാസ്സാക്കിയത്. ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2016 മാർച്ച് 25. ഇനി ഈ നിയമം, ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12 2016 ഏപ്രിൽ 12